ചോറിനും ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറി റെഡിയാക്കാം. വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ്. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവയും 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ 2 മീഡിയം സൈസുള്ള തക്കാളി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തതാണ്. അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇതിനൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 30 മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി മസാലകൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. 3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയില മീനാണ്. അപ്പോൾ അതാ മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പാത്രം തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിനെ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്നില്ല, ഈ പാത്രം വെച്ച് തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു തിക്ക് ഗ്രേവിയൊക്കെയാണ്. ഇനി ആവശ്യാനുസരണം നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.